സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും അവസാനത്തെ അധ്യായമായ 22-ാമത്തെ അധ്യായം അതിന്റെ 11-ാം വാക്യം വായിക്കുകയാണ്. കേൾക്കൂ. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കൽ ഉണ്ട്. ഉൽപ്പത്തി മുതൽ നാം നോക്കുകയാണെങ്കിൽ ദൈവം മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് വരുക, മാനസാന്തരപ്പെടുക, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, ഇസ്രായേലേ നീ എൻ്റെ അടുക്കലേക്ക് തന്നെ മടങ്ങി വരിക, അവിശ്വാസികളായ മക്കളെ തിരികെ വരുവീൻ, ദ്രോഹം ചെയ്യുന്ന മക്കളെ തിരികെ വരിക, എത്ര പാപിയാണെങ്കിലും ഞാൻ നിന്നോട് ക്ഷമിക്കാം, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരുടെ നേരെ എപ്പോഴും എൻ്റെ കൈകൾ ഞാൻ നീട്ടിപ്പിടിച്ചിരിക്കുകയാണ് എന്ന് സ്നേഹത്തോടെ വിളിച്ച് 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 തൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തിയതായ കർത്താവ് ഈ അവസാന അധ്യായത്തിലേക്ക് വന്ന സമയത്ത് എന്താണ് പറയുന്നത്? അനീതി ചെയ്യുന്നവൻ ഇനിയും നീ അനീതി ചെയ്യുകയാണോ? ചെയ്യുക, നോക്കട്ടെ. എന്താണ്? അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ എന്നാണ് പറയുന്നത്. ഇനിയും കുടിക്കുകയാണ്. കുടിക്ക്. ഇനിയല്ല നിന്റെ ഇഷ്ടം പോലെ. സ്നേഹമുള്ള ദൈവം എത്ര അവസരങ്ങൾ കൊടുത്താലും, എത്ര സാവകാശം കൊടുത്താലും കർത്താവിലേക്ക് തിരിയാതെ, തൻ്റെ അനീതി അവസാനിപ്പിക്കാതെ പാപത്തിൽ മുഴുകി വീണ്ടും വീണ്ടും പോവുകയാണെങ്കിൽ അവൻ്റെ വരവടുത്തതായ അവസാന ദിനങ്ങളിൽ അവൻ പറയുന്ന വാക്ക് എന്താണ്? നിന്റെ ഇഷ്ടം, ഇനിയും നിന്റെ ഇഷ്ടമാണ്. എന്താണ്? ഞാൻ മദ്യപിക്കും. നീ പോയി കുടിക്കൂ. അശുദ്ധനായവൻ അശുദ്ധനാകട്ടെ, അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, നിന്റെ ഇഷ്ടം പോലെ ചെയ്യുക, നിന്റെ ഇഷ്ടം പോലെ തന്നെ നീ മുൻപോട്ട് പോകൂ. അതുപോലെ ഇസ്രായേൽ മക്കൾ ഞങ്ങൾക്കാര് മാംസം നൽകുമെന്ന് കരയാനിടയായി എന്ന് കരഞ്ഞ സമയത്ത് ദൈവം എന്താണ്? കാടപ്പക്ഷിയെ അയച്ചു. ആ കാടപ്പക്ഷിയെ പിടിച്ച് അതിൻ്റെ മാംസം എടുത്തിട്ട് കഴിച്ച് പിന്നെന്താണ് സംഭവിച്ചത്? അത് കഴിച്ച് മൂക്കിൽ നിന്നും നാസാദ്വാരത്തിൽ നിന്നും ആന്ന് വെക്കുമ്പോൾ മാംസമാണ് വരുന്നത്. വാന്ന് വെക്കുമ്പോൾ മാംസത്തിന്റെ മണമാണ്. അപ്പോൾ ഇവർക്ക് എന്താണ് സംഭവിച്ചത്? അവർക്കത് എതിരായി മാറി. തങ്ങളുടെ ആലോചനകൾ എതിരായി മാറുന്നതുവരെ ദൈവം അവരെ അവർ ഇഷ്ടത്തിന് വിടാനിടയാകും. നമ്മളിൽ ചില ആളുകളും ദൈവത്തെ മുഷിപ്പിച്ച് അവസാനം അന്ത്യകാലം വരുമ്പോൾ ദൈവം അവരെ കൈവിടാനിടയാകും. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് നാം പോവുകയാണെങ്കിൽ ദൈവം കൈവിട്ട ആളുകളെക്കുറിച്ച് വചനത്തിൽ 2 കാര്യം പറയുന്നു. ഭ്രഷ്ടൻ എന്ന് പറയുകയാണെങ്കിൽ ആ വാക്കിന്റെ അർത്ഥം കൈവിടപ്പെട്ടവൻ എന്നാണ്. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 16-ാം വാക്യം, ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുക. അഭക്തനായി തീരാതിരിക്കുവാൻ ജാഗ്രതയോടെ നിങ്ങൾ കരുതുക. എന്താണ് സംഭവിച്ചത്? ഭ്രഷ്ടനായി മാറാനിടയായി. 17-ാമത്തെ വാക്യത്തിൽ അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു, കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്നു നിങ്ങൾ അറിയുന്നുവല്ലോ. അവൻ തള്ളപ്പെട്ടു പോയി. കണ്ടില്ലേ? അതിനുശേഷം അവൻ കരഞ്ഞെന്നാണ്, പിതാവേ ഒരനുഗ്രഹം പോലുമില്ലേ, എനിക്ക് ഒരനുഗ്രഹം പോലുമില്ലേ. മകനെ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, എനിക്ക് വേണ്ടി എന്തെങ്കിലും വേട്ടയാടിക്കൊണ്ട് വരിക എന്ന് പിതാവ് പറഞ്ഞ സമയത്ത് ഏശാവ് വെളിയിൽ പോയിട്ട് വേട്ടയാടുവാൻ വേട്ടക്കാരനാണോ? അവൻ കഴിവില്ലാത്തവനാണോ? നല്ല കഴിവുള്ളവനാണ്. അവന് പെട്ടെന്ന് അതിനെ കൊണ്ടുവരുവാൻ കഴിയുമായിരുന്നു. എന്നാൽ അവൻ എന്താ വിചാരിച്ചേ? എന്നെ അല്ലാതെ പിന്നെ ആരെയാണ് അനുഗ്രഹിക്കുന്നത്? ഞാൻ തന്നെയാണല്ലോ മൂത്തപുത്രൻ എന്നൊരു അഹംഭാവം അവനുണ്ടായിരുന്നു. പോട്ടെ, പിതാവിൻ്റെ അടുക്കൽ വന്നിട്ട്, പിതാവേ, യാക്കോബ് ഒരു ദിവസം കറി ഉണ്ടാക്കിയപ്പോൾ അതെനിക്ക് നൽകാൻ വേണ്ടി ചോദിച്ചപ്പോൾ ജ്യേഷ്ഠാവകാശം കൊടുക്കുകയാണെങ്കിൽ നൽകാമെന്ന് പറഞ്ഞ് അങ്ങനെ കൊടുത്തു. എന്നാൽ എൻ്റെ അവകാശം ആർക്കും കൊടുക്കരുത്, എനിക്ക് തന്നെ അത് നൽകണം എന്ന് പറഞ്ഞിട്ടാണോ പോയത്? അതും ചെയ്തില്ല. നോക്കൂ, ഇന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നമുക്ക് ലഭിക്കുമെന്നാണ് നാം വിചാരിക്കുന്നത്. ഇന്നത്തെ മീറ്റിങ്ങിന് വരാൻ വേണ്ടി സഹോദരനോട് പറഞ്ഞപ്പോൾ പറയുകയാണ്, ഞാൻ അടുത്ത ആഴ്ച വരാമെന്ന്. എന്നാൽ ഈ ആഴ്ച നടന്ന ഒരു ആക്സിഡന്റിൽ അദ്ദേഹം മരിച്ചു പോകുവാനും ഇടയായി. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ലഭിക്കുമെന്ന് വിചാരിക്കരുത്. ഉള്ള അവസരത്തെ ഉപയോഗിക്കുക. ഇതാണ് അനുകൂലമായ സമയം, ഇതാണ് രക്ഷാദിവസം. എല്ലാ അവസരങ്ങളും നഷ്ടപ്പെടുത്തിയ ശേഷം കരയുകയാണ്. പിതാവ് പറയുകയാണ്,
ഇനിയും എൻ്റെ കയ്യിലുള്ള അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ നിന്റെ ഭൂമി ശൂന്യമായി പോകട്ടെ, നിന്റെ അനുജന്റെ ദാസനായി നീ ജീവിക്കുമാറാകട്ടെ, നിനക്ക് ഫലം ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഇനി എന്താണ് അനുഗ്രഹങ്ങളുള്ളത്? എല്ലാം ശാപങ്ങൾ മാത്രമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത്. യേശാവ് ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി ആശിച്ചതായ സമയത്ത് ഒരുപാട് അവസരങ്ങൾ അവന് കൊടുത്തിട്ടും ഉപേക്ഷ വിചാരിച്ചത് കൊണ്ട് അവൻ ഭ്രഷ്ടനായി മാറി. അവനെക്കുറിച്ച് പറയുന്നത് തള്ളപ്പെട്ടവനെന്നാണ്, ഉപേക്ഷിക്കപ്പെട്ടവനാണെന്ന്. അത് വളരെ ദുഃഖകരമാണ്, വളരെ ഭയമാണ്. കൂടെ കൂടെ ശാസന കേട്ടിട്ടും അനുസരിക്കാത്തവൻ 6 മാസം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് മരിച്ചു പോകുമെന്നാണോ? അങ്ങനെയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എന്തുകൊണ്ടാണ്? രോഗക്കിടക്കയിൽ കിടക്കുമ്പോൾ എല്ലാവരും മുകളിലോട്ടാണ് നോക്കുന്നത്. കട്ടിൽ കിടക്കുന്ന സമയത്ത് നേരെ കിടന്നിട്ട് മുകളിലോട്ടാണ് നോക്കാൻ ഇടയാകുന്നത്. അപ്പോൾ വരെയും നാം താഴോട്ടേ നോക്കത്തുള്ളൂ. നമ്മുടെ പണം, നമ്മുടെ കാറ്, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ജോലി, അതെല്ലാം നോക്കും. നിങ്ങളെപ്പോഴും മുകളിലോട്ടാണ് നോക്കുന്നത് അതോ ഭൂമിയിലോട്ടാണ് നോക്കുന്നത്? എൻ്റെ സമ്പത്ത്, എൻ്റെ സൗന്ദര്യം, എൻ്റെ വസ്ത്രങ്ങൾ, എൻ്റെ ആദായങ്ങൾ, എൻ്റെ വാഹനങ്ങളെല്ലാം അതുപോലെ തന്നെ ലോകത്തിൽ മുഴുവൻ തിളക്കവും വെട്ടിത്തിളക്കവുമാണ്. ഇന്ന് ഇവിടെ തിരിഞ്ഞു നോക്കിയാലും എന്താണ്? വസ്ത്രങ്ങൾ പോലും, നിങ്ങളിട്ട വസ്ത്രങ്ങൾ നോക്കിയാലും എല്ലാം ജിഗിജാ തിളങ്ങും. അതുപോലെ ഈ ലോകത്തിലുള്ള സുഖവും സമ്പത്തുമാണോ നിങ്ങൾ നോക്കുന്നത്? അതോ നിങ്ങളുടെ ഒരു ദൈവമുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്വർഗത്തിലേക്ക് പോകണം, ഞാൻ ഭൂമിയിലല്ല പിന്നെ ആയിരിക്കുന്നത്, എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ്? ഇന്നുള്ള അനേകം ആളുകൾ ഉയരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നില്ല, ഭൂമിയെ സംബന്ധിച്ച കാര്യമാണ് ആലോചിക്കുന്നത്. നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഭൂമിയിലുള്ളതല്ലാതെ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുക. അതിൽ നോക്കരുതെന്നല്ല, അതിൽ മനസ്സ് വയ്ക്കരുത്, അതിനെ ആശിക്കുവാൻ പാടില്ല. നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ മനസ്സ് അതിൽ വയ്ക്കുവാൻ പാടില്ല എന്ന് കർത്താവ് പറയുന്നു. ഇന്നുള്ള അനേകം ആളുകൾ ഉയരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ആ ലാസർ വളരെ ദരിദ്രനായിരുന്നു, കഴിക്കുവാൻ ആഹാരമില്ലായിരുന്നു. രോഗം വന്ന സമയത്ത് അവനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും ആരുമില്ല. നായി വന്ന് നക്കാനിടയായി. അത്ര ദാരിദ്ര്യത്തിൽ ആയിരുന്നു. ധനവാന്റെ വീട്ടുപടിക്കൽ കിടക്കുകയാണ്. ഇന്ന് ലാസറിന് വേണമെങ്കിലും അങ്ങനെ ഭിക്ഷയാചിക്കുവാനും വഞ്ചിക്കുവാനും കഴിയും. എന്നാൽ മനസ്സാക്ഷി ബോധിപ്പിക്കുകയുണ്ടായി, ഈ ശരീരം അല്ല പ്രധാനമായതെന്ന്. ഈ ധനവാന്റെ ആത്മാവിനെ നേടുവാൻ ഇടയാകണം. മറ്റു സ്ഥലങ്ങളിൽ പോയി കിടക്കാൻ പാടില്ലേ? അല്ല, അവിടെ തന്നെ കിടക്കുകയാണ്. ധനത്താൻ അകത്തേക്ക് വരുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴെല്ലാം അദ്ദേഹത്തെ വിളിക്കുവാനിടയായി. എന്നാൽ ആ ധനവാൻ അവനെ പരിഗണിച്ചില്ല, അവനെ വകവെച്ചില്ല. എനിക്ക് സമയമില്ല, എനിക്ക് അവിടെ പോകണം, ഇവിടെ പോകണം, എനിക്ക് ഫംഗ്ഷന് പോകണം എന്നൊക്കെ പറഞ്ഞ് കാറൊക്കെ എടുത്തുകൊണ്ട് കറങ്ങുവാനിടയായി. ഏതോ ഒരു ഡ്രിങ്കിങ് പാർട്ടിയിൽ അല്ലെങ്കിൽ എവിടെയോ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഉണ്ടാകാനിടയായി. എന്താണ്? ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അപ്പോൾ തന്നെ മരിച്ചു. വളരെ ആഡംബരമായിട്ട് ബാൻഡ് മേളമൊക്കെ ആയിട്ട് അവനെ കൊണ്ട് അടക്കി. ദേശം മുഴുവൻ ആളുകളെല്ലാം വലിയ ആഡംബരം ചെയ്തുകൊണ്ട് അവനെ അടക്കാനിടയായി. ഇവിടെ ഒരിക്കലും കാണാത്തവൻ അവിടെ നരകത്തിൽ വീഴുവാനിടയായി. അവൻ നരകത്തിൽ കണ്ണു തുറന്നു എന്നാണുള്ളത്. മരിക്കുന്ന സമയത്ത് ഭൂമിയിൽ വെച്ച് കണ്ണടയ്ക്കും. നിങ്ങൾക്കറിയാം, അത് എന്ന് കണ്ണടയ്ക്കും. ഒരുപക്ഷെ കണ്ണടച്ചില്ലെങ്കിൽ മറ്റുള്ളവർ കണ്ണടയ്ക്കുകയും ചെയ്യും. പിന്നെ എങ്ങനെയാണ്? മരിച്ചതിന് ശേഷം നരകത്തിൽ ചെന്നിട്ടാണ് അവൻ കണ്ണു തുറക്കുന്നതെന്നാണ് പറയുന്നത്. എന്നാൽ നീ യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് കർത്താവിന്റെ പൈതലായി കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവനാണെങ്കിൽ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്നാണ് പറഞ്ഞത്. അതായത് ഇവിടെ മരിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ ചെന്ന് കണ്ണു തുറക്കും. എന്നാൽ ഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ കാര്യങ്ങളിൽ ഉപേക്ഷയായി വിചാരിച്ച് ദൈവത്തെ ആരാധിക്കാതെ, ആലയത്തിൽ പോകാതെ, പാപത്തിൽ ജീവിച്ച് ദൈവത്തിനെതിരായി ജീവിച്ചു പോയാൽ മരണത്തിന് ശേഷം നരകത്തിലായിരിക്കും കണ്ണു തുറക്കുന്നത്. നരകത്തിൽ ചെന്ന് കണ്ണു തുറന്നപ്പോൾ തന്നെ വളരെ ഉഷ്ണമുണ്ടായി. എ സി ഇടറ എന്ന് പറഞ്ഞു കാണും. അവിടെ ആരാണ് എ സി ഇടാൻ വേണ്ടിയുള്ളത്? ഇവിടെയാകുമ്പോൾ പണിക്കാരുണ്ടായിരുന്നു. അവിടെ എ സിയുമില്ല, ഒ സിയുമില്ല. അവിടെ കിടന്നിങ്ങനെ മുകളിലേക്ക് നോക്കുന്ന സമയത്ത് ലാസറിനെ കാണാനിടയായി. അത് അബ്രഹാമിനെ കണ്ടു. ആ വെളുത്ത താടിക്കാരാ എന്നാണോ വിളിച്ചത്? എന്താണ് വിളിച്ചത്? എന്താണ്? പിതാവായ അബ്രഹാമേ. അതായത് അബ്രഹാമിനെ അറിയാം. അപ്പോൾ പിന്നെ ദൈവത്തെക്കുറിച്ച് അറിയാമോ? സ്വർഗത്തെക്കുറിച്ച് അറിയാമോ? അറിയാവുന്നത് കൊണ്ടാണ് അബ്രഹാം പിതാവേ എന്ന് വിളിച്ചത്. ഞാനായിരിക്കും നരകത്തിലാണ്, അവരുള്ളത് സ്വർഗത്തിലാണ്, ലാസർ സ്വർഗത്തിലാണ് എന്ന് മനസ്സിലാക്കാനിടയായി. അതുകൊണ്ട് ആ ലാസറിനെ ഇങ്ങോട്ട് അയച്ച് അണിവിരൽ കൊണ്ട് ഒരു തുള്ളി വെള്ളം എൻ്റെ നാവിലേക്ക് ഇറ്റിക്കുവാൻ പറഞ്ഞു. അപ്പോൾ അബ്രഹാം പറഞ്ഞു, അവിടെയുള്ളവർക്ക് ഇങ്ങോട്ടും ഇവിടെയുള്ളവർക്ക് അങ്ങോട്ടും പോകാതിരിക്കുവാൻ ഇതിൻ്റെ മധ്യത്തിൽ വലിയ ഒരു ഗർത്തമുണ്ട്. നിന്റെ ജീവിതകാലം മുഴുവൻ നീ ഇഷ്ടമനുസരിച്ച് ജീവിച്ചു. എന്നാൽ ലാസർ ഒരുപാട് കഷ്ടം അനുഭവിച്ചു. അതുകൊണ്ട് അതിൻ്റെ ഫലമായി അവനിവിടെ സുഖം അനുഭവിക്കുന്നു, നീ അവിടെ യാതന അനുഭവിക്കുന്നു. നരകത്തിൽ ചെന്നു കഴിഞ്ഞാൽ പിന്നെ എത്ര നിലവിളിച്ചാലും അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല.
മരിച്ചുപോയതിനു ശേഷം ആർക്കു വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. മരിക്കാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് കർത്താവ് പറഞ്ഞു. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി കരയുക എന്ന് കർത്താവ് പറഞ്ഞു. ഒരുവൻ തൻ്റെ അവസാന നിമിഷങ്ങളിൽ യേശുവേ എന്നവൻ വിളിച്ചാൽ, എന്റെ പാപങ്ങൾ ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ, ആ ക്രൂശിൽ കിടന്ന കള്ളനെ പോലെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ, നീ ദൈവപുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നവൻ പറഞ്ഞപ്പോൾ കർത്താവ് അവന്റെ പാപങ്ങൾ ക്ഷമിച്ചു. നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് പറഞ്ഞു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് മുഖാന്തരം പാപത്തിന്റെ ക്ഷമ ലഭിക്കും. എന്നിൽ കൂടി അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞു. ചില ആളുകൾക്ക് എത്രമാത്രം അവസരങ്ങൾ ലഭിച്ചാലും ശരി, കർത്താവിനെ അംഗീകരിക്കില്ല. ഈ തള്ളപ്പെട്ടു പോയ ഏശാവിന്റെ സ്ഥിതിയും അങ്ങനെയായിരുന്നു. കണ്ണുനീരോടുകൂടി പിന്നീട് കരഞ്ഞുവെങ്കിലും ആദ്യം അവൻ കരയുവാനിടയായില്ല. അതുപോലെ ഈ അന്ത്യകാലത്ത് കർത്താവ് ഒരുപാട് പേരെ തള്ളിക്കളയും. അനേക വിശ്വാസികളും അതുപോലെ ദൈവദാസന്മാർ പോലും തള്ളപ്പെട്ടു പോയെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ പറയുന്നതായ പ്രസംഗങ്ങൾക്ക് വചനത്തിന് ബന്ധം ഇല്ല. അവർ ചെയ്യുന്ന ശുശ്രൂഷയ്ക്കും വചന പ്രഘോഷണത്തിനും തമ്മിൽ ഒരു ബന്ധവുമില്ലാതായിരിക്കുകയാണ്. ആ ശുശ്രൂഷയുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, പേര് നേടുന്നതിന് വേണ്ടി, പ്രശസ്തി നേടിയെടുക്കുന്നതിനായിട്ട്, നാട്ടുകാരെ അറിയിക്കുവാൻ, മറ്റുള്ളവർ മുമ്പിൽ വലിയവനാണെന്ന് കാണിക്കുവാൻ, അല്ലാതെ യേശുവിനെ മഹത്വപ്പെടുത്തുന്നതായ ശുശ്രൂഷകൾ കാണുന്നില്ല. യേശുക്രിസ്തുവിന്റെ വചനപ്രകാരം അവന്റെ ഉപദേശത്തിൽ ഉള്ളതുപോലെ പ്രസംഗിക്കുന്നു പറയുന്ന ചുരുക്കമായിരിക്കുന്നു. അതുകൊണ്ട് നാം ജാഗ്രതരായിരിക്കണം. നിനക്ക് വേണ്ടി ഈ ലോകത്തിൽ ആരും തന്നെ മരിച്ചു പോയിട്ടില്ല. നിനക്ക് വേണ്ടി ഒരു ദൈവദാസനും ഈ ലോകത്തിൽ രക്തമൊഴുക്കിയിട്ടില്ല. നിന്നെ ആർക്കും രക്ഷിക്കുവാൻ കഴിയില്ല. യേശുക്രിസ്തുവിന് മാത്രമേ കഴിയൂ. ദൈവത്തിന്റെ ദാസന്മാരെ ബഹുമാനിക്കുക. അവർ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്, അവരെ ബഹുമാനിക്കുക. എന്നാൽ ദൈവത്തിന്റെ ദാസന്മാരെ ആരാധിക്കരുത്. ബഹുമാനിക്കുന്നത് വേറെയാണ്, ആരാധിക്കുന്നതും വേറെയാണ്. ആരാധിക്കരുത്. ഒരു മനുഷ്യനും ആരാധനയ്ക്ക് യോഗ്യൻ അല്ല. ഈ അന്ത്യകാലത്ത് പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടുന്നു എന്ന് നോക്കി നടക്കുകയാണ്. ദുഷ്ടനായ പിശാച് കറങ്ങി നടക്കുകയാണ്. വിഴുങ്ങുമെന്നാണ് പറഞ്ഞത്, കടിക്കുകയില്ല. പിടിക്കുകയാണെങ്കിൽ പിടിയിൽ നിന്ന് വെട്ടിച്ചിട്ട് ഓടിപ്പോകാനിടയാകും. എന്നാൽ വിഴുങ്ങുകയാണെങ്കിൽ നേരെ അകത്തോട്ട് പോകാനിടയാകും. അനേകം ആളുകൾ ഇന്ന് പിശാച് അവരെ പാപ പ്രവൃത്തിയിൽ അകപ്പെട്ട് വിഴുങ്ങിയിരിക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കാതെ ആയിരിക്കുന്നു. അനേകം ആളുകൾ നല്ല രീതിയിൽ വിശ്വാസത്തിൽ വളരുവാനിടയാകും. എന്നാൽ മുൻപോട്ട് പോകുന്തോറും അവർ അറിയാതെ തന്നെ തെറ്റായ വഴിയിലേക്ക് തിരിയാനിടയാകും. പിശാചിന്റെ വഴിയും ഏകദേശം ദൈവത്തിന്റെ വഴി പോലെ അവന് തോന്നിക്കും. മനുഷ്യന് ഒരു വഴി ചൊവ്വുള്ളതായി തോന്നുന്നു, എന്നാൽ അതിന്റെ അവസാനമോ മരണ വഴികൾ തന്നെ എന്ന് വചനം പറയുന്നു. പ്രാർത്ഥന. എല്ലാവരും കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, നിന്റെ രാജ്യത്തിന്റെ അവകാശികളായി മാറുവാൻ, നിന്റെ സാക്ഷികളായി ജീവിക്കുവാൻ, നിനക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കാൻ ആശിക്കുന്നതായ നിന്റെ മക്കളെല്ലാം നീ ദർശിക്കണമേ. കരമുയർത്തിയ നിന്റെ മക്കളെ നീ ദർശിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ അവരെ അഭിഷേകം ചെയ്യണമേ. വീണുപോകാതെ കാത്തു സൂക്ഷിക്കുന്നവൻ നീയാണ്. വഴുതി പോകാതെ രക്ഷിക്കുന്നവൻ നീയാകുന്നു. പാപത്തിൽ വീഴാതെ രക്ഷിക്കുന്നവൻ നീയാകുന്നു. വീണുപോകാതെ കാക്കുന്നവൻ നീയാകുന്നു. കർത്താവേ, നീ നൽകിയ ഈ രക്ഷ ഭയത്തോടെ ഭക്തിയോടെ മുൻപോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ. കർത്താവേ, ഇനിയും ഞങ്ങളുടെ ജീവിതത്തിൽ അശുദ്ധി ഉണ്ടേയെങ്കിൽ, അനീതി ഉണ്ടേയെങ്കിൽ, കർത്താവേ, നിന്റെ സാക്ഷികളായിട്ട്, നിന്റെ വിശുദ്ധന്മാരായിട്ട് ജീവിക്കുന്നതിനായിട്ട്, വിശുദ്ധരായിട്ട്, ദൈവത്തിന്റെ മക്കളായിട്ട്, കർത്താവിന്റെ വരവിനു വേണ്ടി കാത്തിരിക്കുന്നവരായി ജീവിക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമെന്ന്. അതുപോലെ നിന്നെ അറിയാത്ത അനേകം ആളുകൾ ഞങ്ങളുടെ ചുറ്റുപാടും ഉള്ളപ്പോൾ നിന്റെ സ്നേഹത്തെക്കുറിച്ച് അവരോട് പറയാൻ, നിന്റെ രക്ഷയെക്കുറിച്ച് വിവരിക്കുവാനുള്ള കൃപ നൽകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ യേശുവേ യേശുവേ
യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ